universal indicator. Universal indicator. ഇതാണ് നെക്സ്റ്റ് ഹെഡിങ്. അതായത് നമ്മുടെ ആസിഡിന്റെ ബേസിന്റെയും സ്ട്രെങ്ത് അളക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ഫിനോൾഫ്തലീൻ കൊണ്ടോ ഒന്നും നടക്കില്ല, ഇല്ല അല്ലെങ്കിൽ നാച്ചുറൽ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പം ആസിഡിന്റെ സ്ട്രെങ്ത് അളക്കാൻ വേണ്ടി നമുക്ക് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണം. അപ്പൊ പി എച്ച് സ്കെയിലിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പി എച്ചിന്റെ പേപ്പറാണ്. അപ്പൊ പി എച്ച് പേപ്പർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ പി എച്ച് പേപ്പർ നമ്മൾ ഓരോ ആസിഡ് കണ്ടന്റ് ഉള്ള വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ആസിഡ് കണ്ടന്റ് ഉള്ള സൊല്യൂഷനകത്ത് നമ്മൾ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഓരോ കളർ കാണിക്കും. ഇപ്പം നല്ല ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് നമ്മൾ കൊണ്ട് മുക്കി കഴിഞ്ഞാൽ നല്ല റെഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പച്ച വെള്ളത്തിനകത്ത് കൊണ്ട് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കളർ ഗ്രീൻ ആവും. ഇനി ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനകത്ത് ഈ സോപ്പ് വെള്ളത്തിനകത്തൊക്കെ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വയലറ്റ് ഇൻഡിഗോ ആ ഒരു കളറൊക്കെ ഉണ്ടാവും. അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അത് പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 14 വരെ വാല്യൂ ആണ്. ഓരോ വാല്യൂവിനും ഓരോ കളറാണ്. ഓക്കെ, അപ്പം 0 തൊട്ട് 6.9 വരെ ആസിഡ് പി എച്ചും 7 ന്യൂട്രൽ പി എച്ചും 7.1 മുതൽ 14 വരെ ബേസിക് പി എച്ചും. ഓക്കെ ആണല്ലോ. അപ്പം ഈ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു H3O+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഒത്തിരി ഉള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ H+ അയോൺസിന്റെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പി എച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ POH എന്നും പറയാം. കാരണം ബേസിനകത്ത് എന്താ ഉള്ളത്, OH- അയോൺസ് ആണ് ഉള്ളത്. അപ്പൊ POH എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള OH- അയോൺസിന്റെ കോൺസെൻട്രേഷന്റെ ശരിക്കും നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷനും നെഗറ്റീവ് ലോഗരിതം ഓഫ് OH- അയോൺസിന്റെ കോൺസെൻട്രേഷനുമാണ് പി എച്ചും POH എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പഠിക്കാം. അതായത് നോക്കിക്കോ, ഇത് നോട്ട് എഴുതി തന്നെ പോട്ടെ. ഇറ്റ് ഈസ് എ mixture of several indicators. It shows different colors at different concentration of H+ and OH- ions in the solution. അതായത് OH- അയോൺസിന്റെ H+ അയോൺസിന്റെയും കോൺസെൻട്രേഷൻ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl എടുക്കുവാണെങ്കിൽ അതിനകത്ത് H+ അയോൺസിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അത് ഒരു പർട്ടിക്കുലർ കളർ, അതായത് റെഡ് ആണ് യൂഷ്വലി കാണിക്കുക. അപ്പൊ അങ്ങനെ ഓരോന്ന് മാറുന്നതിനനുസരിച്ച് നമ്മുടെ H+ന്റെ OH- അയോൺസിന്റെയും കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിന്റെ കളറും ചേഞ്ച് ചെയ്യും. നമ്മൾ പി എച്ച് പേപ്പർ ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പി എച്ച് പേപ്പർ നമ്മൾ ഓരോ സൊല്യൂഷനകത്ത് മുക്കുന്നതിനനുസരിച്ച് അതിന്റെ കളർ വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ അത് ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ പി എച്ച് സ്കെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോറൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പി എച്ച് സ്കെയിൽ വന്നത്. പുള്ളിയാണ് ഈ സോറൻസൺ സ്കെയിൽ എന്നാണ് ആദ്യം അറിയപ്പെട്ടത്, പിന്നീടാണ് എന്താണ് പി എച്ച് സ്കെയിൽ എന്നായത്. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സബ് ഹെഡിങ് ആയിട്ട് എഴുതിയോ, പി എച്ച് സ്കെയിൽ. H ക്യാപിറ്റൽ ആണ്, പി എച്ച് സ്കെയിൽ എന്ന് എഴുതുക. എന്നിട്ട് ഇൻ 1909 സോറൻസൺ സ്കെയിൽ also known as pH scale on which strength of acidic as well as basic solution could be represented by making use of hydrogen ion or hydroxide ion concentration in them is formed
formed by a chemist named Sorensen. അതായത് 1909 സോറൻസൺ സ്കെയിൽ എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ PH സ്കെയിൽ എന്ന് പറയുന്ന ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തു. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. അതായത് ആസിഡിനകത്തുള്ള H+ അയൺസ് ഹൈഡ്രജൻ അയോൺസിന്റെയും ബേസിനകത്തുള്ള OH- അയൺസിന്റെയും കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്തത്, അത് ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നുള്ളതാണ്. കോൺസെൻട്രേഷന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി PH സ്കെയിലിന്റെ വാല്യൂ, അതായത് ഡോട്ട് ഇട്ട് എഴുതുക, ഒരു ഡോട്ട് ഇട്ട് എഴുതുക. PH scale has value from 1 to 40. അടുത്ത ഡോട്ട് if pH is equal to 7, the solution is neutral. Solution is neutral. If pH is less than 7, ഇത് less than ആണ്, less than 7 ആണെങ്കിൽ the solution is acidic. ഇനി അടുത്തത് if pH is greater than 7, ഇത് greater than ആണ് ഉദ്ദേശിക്കുന്നത്, greater than 7 ആണെങ്കിൽ the solution is basic. ആൽക്കലൈൻ എന്നും പറയും കേട്ടോ. ആൽക്കലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസിനെയാണ് നമ്മൾ ആൽക്കലി എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. ഇനി എന്ത് സംഭവിക്കുന്നത്, ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം. നമ്മൾ ആസിഡ് എടുത്തിട്ട് ഞാൻ ശ്രേയയോട് ഒരു ചോദ്യം ചോദിക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ PH if we dilute an acid? ശ്രേയ, PH അറിയില്ല. ഓക്കെ. അതായത് നമ്മൾ ആസിഡിനകത്തോട്ട് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുക എന്ന അർത്ഥം. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു നമ്മൾ സർബത്ത് ഉണ്ടാക്കത്തില്ലേ, അതായത് പഞ്ചസാര നമ്മളിങ്ങനെ അടുപ്പേ വെച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു കട്ടിയുള്ള സർബത്ത് എന്നാ പറയുന്നത്, അത് ഉണ്ടാക്കിയെടുക്കും. സർബത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ചിലപ്പം ഒരു ചെറിയൊരു തവി ഇട്ടിട്ട് അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ നാരങ്ങ വെള്ളം സർബത്ത് ഉണ്ടാക്കി കുടിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ എനിക്ക് മധുരം കൂടുതലാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒരു തവി ഇട്ടപ്പോഴത്തേക്കും ഞാൻ കുടിച്ചപ്പോൾ ഭയങ്കര മത്ത് പിടിപ്പിക്കുന്ന മധുരമാണ്. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ അതിനകത്ത് കുറച്ച് സോഡയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യും. അപ്പൊ വെള്ളം കൂടുതൽ വരുന്ന സമയത്ത് അതിന്റെ മധുരം കുറയും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനകത്ത് വെള്ളം കോരി ഒഴിക്കുക, അതിന്റെ എഫക്റ്റ് കുറയ്ക്കുക എന്നർത്ഥം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. അപ്പം ആസിഡിനകത്തോട്ട് ഇപ്പൊ ആസിഡിന്റെ PH നമുക്കറിയാം എന്താ, ആസിഡിന്റെ PH 7 താഴെ. ഇപ്പം ഞാനിപ്പോ ഒരു പാത്രത്തിൽ ആസിഡ് എടുത്തിരിക്കുകയാണ്, അതിന്റെ PH 3 ആണ്. അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പൊ അതിനകത്തോട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് ഡൈല്യൂട്ട് ആയിട്ട് ഇപ്പം ഞാൻ ആദ്യം ആസിഡ് മാത്രം വെച്ചിട്ട് PH ചെക്ക് ചെയ്തപ്പോഴാണ് 3 വന്നത്. PH മീറ്റർ അവൈലബിൾ ആണ്, അത് വെച്ച് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 3 കിട്ടി. ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിന്റെ PH എന്തായിട്ട് മാറി, ഓൾമോസ്റ്റ് ഒരു 6 ആയിട്ട് മാറി. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചപ്പം അതിന്റെ PH എന്താ, അതായത് ഞാൻ ഒരു 200 ml ആസിഡാണ് എടുത്തത്, ഞാൻ അതിനകത്ത് ഒരു 1.5 ലിറ്റർ വെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോൾ പിന്നീട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം പിന്നീട് അതെന്താണെന്നറിയാമോ, അത് 3 ആയിരുന്നു അതിന്റെ ഇത് 200 ml ആയിരുന്ന സമയത്ത് ഞാൻ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും പിന്നീട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ PH 7 ആയി. അതായത് PH കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, അത് വാട്ടർ ആയിട്ട് മാറി. പിന്നെ അതിനകത്ത് ആസിഡ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല, കാരണം ആസിഡ് പോയി, കാരണം ഇത് ഡൈല്യൂട്ട് ആയി പോയി. മനസ്സിലായോ? അപ്പൊ ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ PH കൂടും, 3ൽ നിന്ന് 6 ആയ പോലെ, അല്ലെങ്കിൽ 3ൽ നിന്ന് ന്യൂട്രൽ വാട്ടറിന്റെ PH ആയ പോലെ. ഓക്കെ. അപ്പൊ അത് എഴുതണം, ഓൺ ഡൈല്യൂട്ടിങ്
ഓൺ ഡൈല്യൂട്ടിങ്. എപ്പോഴും ശ്രദ്ധിക്കുവാണേ, കൺഫ്യൂഷൻ വരാനുള്ള ഒരു ടോപ്പിക്കാണിത്. ഇപ്പം നമ്മൾ ഈ പറയുന്നത് പരീക്ഷയ്ക്ക് അവർ ചോദിക്കാറുണ്ട് എപ്പോഴും. ഓൺ ഡൈല്യൂട്ടിങ് ആൻഡ് ആസിഡ്. ഡൈല്യൂട്ടിങ് ആസിഡ് എന്ന് പറയുമ്പോൾ വാട്ടർ ആസിഡിനകത്തോട്ട് ആഡ് ചെയ്യാം. പി എച്ച് എന്ത് സംഭവിക്കും? പി എച്ച് ഇൻക്രീസസ് ആണ്, ഇൻക്രീസ്. ഇനി അതേപോലെ തന്നെ ഓൺ ഡൈല്യൂട്ടിങ് എ ബേസ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയണം. ഞാൻ ഒരു ബേസ് എടുക്കുന്നു, NaOH ആയിക്കോട്ടെ, കോൺസെൻട്രേറ്റഡ് NaOH. ഞാൻ ഒരു 200 ml ഒരു പാത്രത്തിനകത്ത് എടുക്കുന്നു. പി എച്ച് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 14 pH. ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ നോക്കിയപ്പോഴത്തേക്കും pH 12 ആയി. അല്ലെങ്കിൽ ഞാൻ ആ pH മീറ്റർ അതിനകത്തോട്ട് വെച്ചിട്ട് തന്നെ, ഡിജിറ്റൽ മീറ്റർ ഇപ്പോൾ pH മീറ്ററേ, നമ്മൾ അതിനകത്തോട്ട് വെച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഈ pH ആദ്യം 14 ആയിരുന്നു, 13 ആയി, 12 ആയി, 11 ആയി, 10 ആയി, 9 ആയി, 8 ആയി, 7 ആയി. 7 വരെ ആകത്തുള്ളൂ. പിന്നീട് വാട്ടർ, പിന്നെ താഴോട്ട് പോകത്തില്ലല്ലോ, ന്യൂട്രൽ വരെ വരത്തുള്ളൂ. അപ്പൊ ഞാൻ അതിനകത്ത് വെള്ളം ഒഴിക്കും. അതായത് 200 ml എടുത്തിട്ട് നോക്കിയപ്പോഴാണ് 14. ഞാൻ അതിനകത്ത് ഒരു 5 ലിറ്റർ വെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് അത് ബേസ് ആണെന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്തായിട്ട് പോയി, അതിന്റെ pH കുറഞ്ഞ് ന്യൂട്രൽ ആയി പോയി. അപ്പം ബേസിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ pH എന്ത് ചെയ്യും? pH ഡിക്രീസ് ചെയ്യും. pH ഡിക്രീസ്. ഓക്കെ ആണോ? ഓർത്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഡിഫൈൻ പി എച്ച് എന്നോ വല്ലതും ചോദിക്കുവാണെങ്കിൽ, അതായത് പി എച്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോജൻ അയോൺ കോൺസെൻട്രേഷൻ. ഹൈഡ്രോജൻ അയോൺ കോൺസെൻട്രേഷൻ ഓഫ് ആൻ ആസിഡ്. അതായത് ഇങ്ങനെ എഴുതാം, പി എച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് ഓഫ് ഹൈഡ്രോജൻ അയോൺ കോൺസെൻട്രേഷൻ. സ്ക്വയർ ബ്രാക്കറ്റിൽ H പ്ലസ് എന്നിട്ടാലേ അത് കോൺസെൻട്രേഷൻ ആണെന്ന് ഡിനോട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. ഒരിക്കലും പോയിട്ട് H പ്ലസ് എന്നിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടല്ലേ, ഇത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാലേ അത് കോൺസെൻട്രേഷൻ ആണെന്നുള്ളത് എന്താണ് റെപ്രസെന്റ് ചെയ്യുള്ളൂ. കേട്ടല്ലോ, അത് ഓർത്തോണം. അതേപോലെ തന്നെ POH അതും ഈ പറഞ്ഞത് എന്താ? ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ കോൺസെൻട്രേഷൻ. POH is equal to negative log of OH minus concentration, ion concentration. ഇങ്ങനെ എഴുതും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിക്കോ. വൈ പ്യുവർ വാട്ടർ ഹാസ് pH of 7?
പ്യുവർ വാട്ടറിന്റെ pH 7 ആകുന്നതിന്റെ കാരണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്യുവർ വാട്ടറിനകത്ത് H+ അയൺസിന്റെ കോൺസെൻട്രേഷനും OH- അയൺസിന്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, പക്ഷേ ആസിഡിനകത്താണ് H+ അയൺസിന്റെ കൂടുതലായിരിക്കും, ബേസിനകത്താണ് OH- അയൺസിന്റെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം അതാണ് അതിന്റെ ആൻസർ. എഴുതുക ഇൻ ആൻസർ in pure water concentration of hydrogen ion and hydroxide ion are equal due to which they are neither acidic nor basic. Neither acidic nor basic. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഈ pHന്റെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം എഴുതിക്കോ, ഇമ്പോർട്ടൻസ് ഓഫ് pH in everyday life. Importance of pH in everyday life. നമുക്കറിയാം ഇപ്പൊ മനുഷ്യ ശരീരമാണെങ്കിലും pH ന്യൂട്രൽ pHൽ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ pH എപ്പോഴേലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് എന്ത് ചെയ്യും നമുക്ക് ഉണ്ടാവും. അതായത് നമ്മുടെ എല്ലാ പ്രവർത്തനവും ഒരു പർട്ടിക്കുലർ pH വാല്യൂയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു കണക്ക് പറയുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഒരു ന്യൂട്രൽ ഒരു ബേസിക് pH ആണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു pH, അതായത് 7.8 അതിനിടയ്ക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കേണ്ടുന്നത്. അപ്പൊ അതിന് വേരിയേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ശരീരത്തുണ്ടാവും. അതല്ല എല്ലാ പ്ലാന്റ്സും എല്ലാ ആനിമൽസും ദേ ആർ ഡിസൈൻഡ് ടു പെർഫോം their activities within a particular pH range. Any difference in their pH range will be എന്താണ് അവരെ ഒരു എന്താണ് നെഗറ്റീവായിട്ട് അവരെ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സോയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ചില സോയിൽ ഇപ്പൊ നമ്മൾ എന്താണ് ബാങ്കിൽ ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഒരു ആൾക്കാരെ സ്ഥലം ഇപ്പൊ പുതിയ ടെക്നോളജി വെച്ചിട്ടൊക്കെ നമ്മളിപ്പോ കൃഷി ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഒരു കമ്പനിയൊക്കെ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെന്തായെന്നറിയോ, അവരാദ്യം വന്നിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്യും. മണ്ണിന്റെ pH, മണ്ണിനകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് കൂടുതലാണ്, മണ്ണിന് അസിഡിക് കണ്ടന്റ് ആണോ ബേസിക് കണ്ടന്റ് ആണോ. ഇപ്പൊ മണ്ണിന് അസിഡിക് കണ്ടന്റ് കൂടുതലാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനകത്ത് കുറച്ച് ബേസ് ആഡ് ചെയ്തിട്ട് ആ മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസിഡും ബേസും ചേരുമ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും, സോൾട്ട് വാട്ടർ ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ട് പിന്നീടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നടുന്നത്. അപ്പൊ നമുക്ക് നല്ല ഫലം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ക്രോപ്സിനൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വണ്ടികളൊക്കെ ഇഷ്ടത്തിനുണ്ടല്ലേ. ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു 2 വീലർ എങ്കിലും ഇല്ലാത്ത ഒരു ഫാമിലിയും ഇല്ല. അപ്പൊ എല്ലാവരും അവരവരുടെ വണ്ടികളിലാണ് എല്ലായിടത്തും പോകുന്നത്. അപ്പൊ പൊല്യൂഷൻ കൂടും. ഈ പൊല്യൂഷൻ കൂടുമ്പോൾ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും പോലുള്ള വാതകങ്ങൾ നേരെ അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് അവര് എന്ത് ചെയ്യും, നമ്മുടെ മഴ വരുമ്പോൾ മഴയുടെ വെള്ളമായിട്ട് ചേർന്നിട്ട് ആസിഡ് ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പൊ അത് ആസിഡ് റെയിൻ എന്ന് പറയും. ആ മഴ തുള്ളികളൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് അസിഡിക് pH ഒക്കെ കാണും.
നമ്മുടെ താജ്മഹലിന്റെ അടുത്തൊരു സൾഫർ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സൾഫറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സൾഫർ എന്ത് ചെയ്യും, പുകയായിട്ട് പോകുന്നത് അത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് ആയി മാറുകയും അത് എന്താണ് മുകളിലോട്ട് പോയിട്ട് മഴയുടെ കൂടെ തിരിച്ച് സൾഫ്യൂരിക് ആസിഡായിട്ട് വരികയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് താജ്മഹലിന്റെ പല ഭാഗങ്ങളിലും യെല്ലോ സ്പോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ യെല്ലോ സ്പോട്ടുകൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് അവർ കേസ് കൊടുക്കുകയും അത് ശരിക്കും പറഞ്ഞാൽ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് അല്ലേ, 1 ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് ആണ്. അപ്പം അങ്ങനെ അത്രയും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോണുമെന്റിന് കേടുപാടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് കേസൊക്കെ കൊടുത്ത് ആ കമ്പനി അവിടെ നിന്ന് മാറ്റി. അപ്പം അത് ആസിഡ് റെയിനുമായിട്ട് ബന്ധപ്പെട്ട ഈ പി എച്ചിന്റെ തന്നെ കൺസെപ്റ്റ് ആണ്. ഇനി നമ്മുടെ വയറ്റിലുള്ള പി എച്ചിന്റെ കാര്യം ഒന്ന് പറയാം. അതായത് നമ്മുടെ വയറ്റിൽ HCl ഉണ്ട് ഇല്ലേ, നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ട് വേണ്ട ഒരു ആസിഡാണ് HCl. അപ്പം ആ HCl ഇപ്പം നിങ്ങൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് രാവിലെ ക്ലാസ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 6 മണിക്ക് ഞാൻ ഒന്നും കഴിക്കാതെ ആയിരിക്കും വരുന്നത്. അപ്പം 6 മണി മുതൽ എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ രാവിലത്തെ ബാച്ച് 4 ബാച്ച് ഉണ്ട്. 4 ബാച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 9:30-10 മണിയാവും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 11 മണിയാവും. അപ്പം ആ സമയം വരെ ഞാൻ ഒന്നും കഴിക്കുന്നില്ല. അപ്പം വയറ്റിൽ എന്തുണ്ട്, വയറ്റിൽ HCl റിലീസ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ HCl റിലീസ് നടക്കുകയും അവിടെ ഒരു ഇച്ചിരി വെള്ളം പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് നമ്മുടെ ഇൻഡസ്റ്റൈനൽ വിലയുമായിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ ഇൻഡസ്റ്റൈനിലെ നമ്മുടെ ന്യൂട്രിയൻസിനെ അബ്സോർവ് ചെയ്യുന്ന ചെറിയ സുഷിരങ്ങളാണ്, ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ വില്ലൈസ് എന്ന് പറയുന്നത്. ആ വില്ലൈസിനൊക്കെ ഈ HCl കേടാം. അപ്പോഴാണ് നമുക്ക് വയറിൽ കത്തല്, നെഞ്ചരിച്ചില് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അന്റാസിഡ് എടുത്ത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, അതായത് MgOH2 അടങ്ങിയിരിക്കുന്ന ഒരു മരുന്ന് കിട്ടും, ഒരു പച്ച കളർ എന്താണ് സിറപ്പാണ്. അതെടുത്തങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താവും, വയറ്റിലെ ആസിഡിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പം അത് എപ്പോഴും മരുന്നെടുത്ത് കുടിക്കാൻ പറ്റത്തില്ല. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക. നിങ്ങൾ സ്കൂൾ പിള്ളേരാണെങ്കിൽ തന്നെ രാവിലെ ട്യൂഷന് അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് വണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരൊക്കെ ചിലപ്പം അമ്മ വായിലിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ 1-2 അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ 1.5 ചപ്പാത്തിയോ അര ചപ്പാത്തിയോ ഒക്കെ കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. വയറില് എന്താ കറക്റ്റ് സമയമാകുമ്പോൾ HCl റിലീസ് നടക്കും. അപ്പൊ അവിടെ ഫുഡോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ HCl ഡയറക്റ്റ് ആയിട്ട് അതുമായിട്ടെല്ലാം എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും ഉണ്ടെങ്കിൽ ആ HCl എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്, വെള്ളമായിട്ട് അലിഞ്ഞിട്ട് ന്യൂട്രലൈസ് ആവും. അത് ന്യൂട്രലൈസ് ആയാലും ഡൈല്യൂട്ട് ആവും. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള ഇതൊക്കെയാണ് pHന്റെ ഒരു ഇത്. ഇനി അതേപോലെ തന്നെ നമ്മൾ പല്ല് തേക്കുന്നത് എന്തിനാണെന്നറിയോ, നമ്മുടെ വായില് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും പല്ല് തേക്കണം, രാവിലെ എണീക്കുമ്പോഴും പല്ല് തേക്കണം. ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. രാവിലെ എണീക്കുമ്പോൾ എന്തായാലും പല്ല് തേക്കാറുണ്ടായിരിക്കും. ഉണ്ടായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ഓക്കെ, ഉണ്ടെന്ന് കരുതുക. അപ്പം രാവിലെയെങ്കിലും പല്ല് തേക്കുന്നുണ്ടെന്ന് കരുതുക. എന്തിനാ പല്ല് തേക്കുന്നത്? പല്ല് തേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി നമ്മൾ കഴിച്ചിട്ട് കിടക്കും, പല്ല് തേക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് കഴിച്ചതിന്റെ നമ്മൾ എത്ര കുലുക്കി തുപ്പുമെന്ന് പറഞ്ഞാലും പല്ലിന്റെ ഇടയിലൊക്കെ ഫുഡ് കഴിച്ചതിന്റെ വേസ്റ്റ് കാണും. ആ വേസ്റ്റ് കുറെ നേരം കഴിയുമ്പോൾ ബാക്ടീരിയാസ് ആക്ട് ചെയ്യും. ആ ബാക്ടീരിയ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആസിഡ് ടൂത്തിന്റെ ഇനാമലിനെ ഇനാമൽ ഇസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്, ആ ഇനാമലിനെ ഡിസ്ട്രക്ട് ചെയ്യും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള പേര് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്നാണ്. അപ്പൊ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആസിഡ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ആസിഡിനെ അവിടുന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്രഷ് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഈ പേസ്റ്റിനകത്ത് എന്താണെന്നറിയോ, പേസ്റ്റ് ഒരു ബേസ്. അപ്പോൾ വായിലുള്ള ആസിഡും പേസ്റ്റിനകത്തുള്ള ബേസും കൂടെ ചേർന്നിട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ട് അവിടെ ആസിഡിനെ നിർവീര്യമാക്കി കളയും എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ പല്ല് തേക്കുന്നത്. അത് നിങ്ങൾ ഓർത്തോണം, അത് വളരെ. ഇനി അവിടുത്തെ ആ കോമ്പൗണ്ടിന്റെ പേര് ഓർത്തോണം. ടൂത്ത് ഇനാമൽ മെയ്ഡ് ചെയ്തിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും കൊണ്ടാണ്, ഒരു കോമ്പൗണ്ടും കൊണ്ടാണ് നമ്മുടെ ഇനാമൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതിനെയാണ് നമ്മുടെ വായിലുണ്ടാകുന്ന ആസിഡ്സ് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ നമ്മളെ കടന്തൽ കുത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കടന്തൽ കുത്തുമ്പോൾ അവർ ഫോർമിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡാണ് നമ്മുടെ ശരീരത്തിലിട്ട് കുത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു പൊള്ളൽ പോലെ, ഒരു വേദന പോലെ എടുക്കുന്നത്. അപ്പൊ തന്നെ ഇച്ചിരി സോഡാപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്ത് തേച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, വേദന അപ്പൊ തന്നെ മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ആസിഡ് ബേസ് ചേർന്നിട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്ന സോൾട്ട് മാത്രം ഉണ്ടാകുന്നതിന്റെ ഒരു കൺസെപ്റ്റാണ്. ഓക്കെ. അപ്പം അത് മാത്രമല്ല, ഉറുമ്പ് കടിക്കുമ്പോഴാണെങ്കിലും ഇത് തന്നെയാണ് കുത്തിക്കയറ്റുന്നത് നമ്മുടെ ശരീരത്തോട്ട്, ഫോർമിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനത്തൊക്കെയാണ് നമ്മുടെ pH, അതായത് എവരിഡേ ലൈഫിലുള്ള pHന്റെ സ്വാധീനം എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ എഴുതിക്കോ, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ pH സെൻസിറ്റീവ്.
അടുത്ത ഡോട്ട് our body works within a pH range of 7 to 7.8. അടുത്തത് when pH of rainwater is less than 5.6, it is called acid rain. അടുത്ത ഡോട്ട് plants require a specific pH range for their healthy growth. അടുത്തത് our stomach produces HCl which help in digestion. indigestion അല്ല in digestion. during ഇനി അതായത് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇൻഡൈജഷൻ നടക്കുവാണെങ്കിലോ ഇൻഡൈജഷനും രണ്ടാണ്. ഡൈജഷൻ ഇത് ഇന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡൈജഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻഡൈജഷൻ അതല്ല കേട്ടോ, അത് ഇന്ന് വേറെ ഡൈജഷൻ വേറെ. ഓക്കെ ആണല്ലോ. ഇനി താഴോട്ട് എഴുതിക്കോ ഡ്യൂറിങ് ഇൻഡൈജഷൻ, ഇത് ഒരുമിച്ച ഇൻഡൈജഷൻ stomach produces more acid and causes pain and irritation to get rid of this pain people use antacid like milk of magnesia അതിനെ MgOH twice എന്ന് നമ്മൾ പറയാം. milk of magnesium hydroxide to neutralize excess acid excess acid. അടുത്ത ഡോട്ട് എഴുതിക്കോ pH changes
is a cause of. pH changes is a cause of tooth decay. അതിനകത്ത് തന്നെ എഴുതിക്കോ. Tooth decay starts. Tooth decay starts. Tooth decay starts when pH of mouth is lower than 5.5. ബാക്കിയായിട്ട് തന്നെ tooth enamel made up of calcium phosphate. അത് ജനറലി പറയുന്നതാണ് ഫോസ്ഫേറ്റ്. അതിന് ശരിക്കുള്ള പേര് ഇതാണ്, കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് GIT അപ്പറ്റൈറ്റ്. അത് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ എഴുതിക്കുക. അതായത് ടൂത്ത് ഇനാമൽ ആണ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡിയെ. അതായത് അത് വേണമെങ്കിൽ ഇവിടോട്ട് എഴുതിക്കോ. ഈ ടൂത്ത് ഇനാമലിന്റെ അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എഴുതിക്കോ. അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോ അതിന്റെ താഴോട്ട് തന്നെ എഴുതിക്കോ. അത് നമുക്ക് താഴെ എഴുതാമേ. Tooth enamel made up of calcium phosphate does not dissolve in water but corrodes when produced by degradation of food particle by bacteria. Using toothpaste bracket generally basic ആണ്. generally basic toothpaste. we can prevent tooth decay. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതോട്ട് എഴുതിയോ. സെൽഫ് ഡിഫെൻസ് by animal and plants through chemical warfare. അതായത് ഒന്നും ഇല്ലടേ. അതായത് ഈ കടന്നൽ കുത്തുന്നു, അത് അതിനെ ശല്യം ചെയ്യാൻ പോകുമ്പോഴാണ് അത് കുത്തുന്നത്. അത് കെമിക്കൽ വാർഫെയർ. അത് കെമിക്കൽ നമ്മുടെ ശരീരത്തോട്ട് കുത്തി വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് എ എന്ന് എഴുതിയിട്ട് ബീ സ്റ്റിങ് ലീവ്സ് എന്ന് പറയുമ്പോൾ ലീവ് ചെയ്തു ലെഫ്റ്റ് ലീവ്, അത് ലീവ്സ് ആൻഡ്
an acid, formic acid എന്ന് ബ്രാക്കറ്റിൽ എഴുതണം, formic acid, which cause pain, and irritation. Use of a mild base like baking soda on stung area, stung area, stung area gives relief. അടുത്തത് ബി എന്ന് എഴുതുക. ഇതിനകത്ത് തന്നെ ബി എന്ന് എഴുതിയിട്ട് stinging hair of on nettle leaf, inject methanoic acid causing burning sensation or pain. Rubbing with leaf of dock plant, dock plant give relief. അതായത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതായത് നെറ്റിൽ ലീവ്സും ഡോഗ് പ്ലാന്റും ഞാൻ കാണിക്കാമേ. ഈ നെറ്റിൽ ലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മുള്ളുള്ള ഇതിന്റെ ലീഫേ ഫുള്ള് മുള്ള. നമ്മൾ ആ ലീഫ് വരയ്ക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ മുള്ളു കൊള്ളും. ചെറിയ മുള്ളാണ്, നമ്മളിങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പം ആ മുള്ള് നമ്മുടെ കയ്യെ കുത്തി കയറും. അപ്പം മുള്ളിനകത്ത് മെഥനോയിക് ആസിഡ് ഉണ്ട്, അത് നമ്മുടെ കൈയിനകത്തോട്ട് നമ്മുടെ സ്കിന്നിനകത്തോട്ട് കയറി മുള്ള് കയറുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇഞ്ചെക്ട് ആവും. അപ്പോൾ നമുക്ക് ബേണിംഗ് സെൻസേഷനോ പെയിനോ ഉണ്ടാവും. അപ്പോൾ തന്നെ ഈ ഡോഗ് പ്ലാന്റ് എടുത്ത് അവിടെ ഒന്ന് തിരുമിയാൽ അതങ്ങ് മാറും. ഞാൻ ഇത് കാണിക്കാം, അതായത് നെറ്റിൽ ലീഫ് ഞാൻ കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് നെറ്റിൽ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചൊറിതനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചൊറിതനം കേട്ടിട്ടുണ്ടോ മക്കളെ? കുഞ്ഞുങ്ങളെ ഉറങ്ങിയോ എല്ലാരും? ഇവിടെ ഉണ്ടോ? ശ്രേയ, അക്ഷിത ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അക്ഷിത, ശ്രേയ. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ചൊരിതനം എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ നമ്മളിപ്പോ നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദേഹം ചൊറിയും, ആണോ? അപ്പം അതാണ് ഈ നീറ്റിൽ ലീഫ് അതിന്റെ ഒരു വിഭാഗമാണ്. മനസ്സിലായോ?
അപ്പൊ അതേല് നിങ്ങൾ നോക്കിയാൽ ചൊറുതനത്തേല് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, ചെറിയ മുള്ളു പോലൊരു ഇതുണ്ട്. നിങ്ങളൊന്ന് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ ചെറുതായിട്ട് ഭയങ്കരമായിട്ടൊന്നും കുത്തിക്കയറത്തില്ല, ചെറുതായിട്ട് കുത്തിക്കയറും. അപ്പൊ അത് നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് കൊടിത്തുവ എന്നൊക്കെ അതിന് പറയാം, മലയാളത്തിൽ പറയുന്നത് കൊടിത്തുവ എന്നൊക്കെയാണ്. ഓക്കെ, എന്തായാലും അത് ചൊറുതനം എന്ന് പറയുന്നത് അത് ഓർത്ത് വെച്ചാൽ മതി, നിറ്റിൽ ലീഫ്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ ഒരു ഇറിറ്റേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഡോഗ് പ്ലാന്റ് ഇട്ട് അവിടെ തേച്ചാൽ മതി. നോക്കിയോ, ഡോഗ് പ്ലാന്റ് ഞാൻ കാണിക്കാം. ഡോഗ് ലീഫ് ഇതാണ് ഡോഗ് ലീഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിട്ട് തേച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിട്ട് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു, അതായത് ആ നിറ്റിൽ ലീഫും വെച്ച് ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ മാറി കിട്ടും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, എഴുതിയെങ്കിൽ ഇനി നമുക്ക് സോൾട്ട് എന്ന് പറയുന്ന ടോപ്പിക് കൂടെ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ സോൾട്ടിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് തരാം ഇന്ന്, ബാക്കി അടുത്ത ക്ലാസ്സിൽ. നാളെ കൊണ്ട് ഈ ചാപ്റ്റർ തീരും. നാളെ ക്ലാസ് ഉണ്ട് 8:15 തന്നെയാണ്. അപ്പം നോക്കിക്കോളൂ, സോൾട്ട് എന്നും കൂടെ ഹെഡിങ് എഴുതിക്കോളൂ. സോൾട്ട് കുറച്ച് കാര്യം പറഞ്ഞുതരാം, അതിനുള്ള സമയങ്ങളുണ്ട്. സോൾട്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതുക കെമിക്കൽസ് ഫ്രം സോൾട്ട്. കെമിക്കൽസ് ഫ്രം സോൾട്ട്. സോൾട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കെമിക്കൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് സോൾട്ടിൽ നിന്ന് കെമിക്കൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ സോൾട്ട് NaCl നിന്ന് നമുക്ക് എന്തൊക്കെ കെമിക്കൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം NaCl നമുക്ക് NaOH ഉണ്ടാക്കിയെടുക്കാം, CaOCl2 അതായത് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കിയെടുക്കാം, ബേക്കിംഗ് സോഡ NaHCO3 ഉണ്ടാക്കിയെടുക്കാം, വാഷിംഗ് സോഡ Na2CO3.NH2 ഉണ്ടാക്കിയെടുക്കാം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4.12H2O നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇപ്പൊ സിംപ്ലി പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ NaCl എന്ന് പറയുന്ന ഈ സോൾട്ടിൽ നിന്ന് നമുക്ക് കുറെ കെമിക്കൽ ഉണ്ടാക്കിയെടുക്കാം. then ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഒരെണ്ണം നോക്കിയോ, ഓരോന്ന് കൊടുക്കുക. ഒരെണ്ണം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അടുത്തത് എന്താണ്, നമുക്ക് ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ. അടുത്തത് ബേക്കിംഗ് സോഡ, അടുത്തത് വാഷിംഗ് സോഡ, അടുത്തത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്, ബ്ലീച്ചിങ് പൗഡർ CaOCl2 ആണ്, ബേക്കിംഗ് സോഡ NaHCO3 ആണ്, അതേപോലെ തന്നെ വാഷിംഗ് സോഡ Na2CO3.10H2O ആണ്, അതേപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4.12H2O. ഇങ്ങനെ നിർത്താം നമുക്ക് ക്ലാസ് ഇന്നത്തേത്. അതായത് ഇത് ഇത്രയും വരെ നിങ്ങളൊന്ന് പഠിച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നാളെ സോൾട്ട് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ആസിഡും ബേസും സോൾട്ടിലും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക് സോൾട്ട് ആണ്. അപ്പൊ അത് പഠിക്കുക. അതായത് ഈ NaCl എന്ന് പറയുന്ന സോൾട്ടിൽ നിന്ന് നമുക്ക് ഇത്രയും കെമിക്കൽ ഉണ്ടാക്കണം. ആ കെമിക്കൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതിന്റെ യൂസസ്, അതിന്റെ റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചു വെക്കുക. നാളെ 8:15 അല്ലെ 8:10, 8:15 ആ ഒരു സമയത്ത് ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടില്ലേലും ആ സമയത്ത് കയറുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിൽക്കട്ടെ. ബൈ.